രാജ്യത്ത് ടാക്സ് ടെററിസം അഥവാ നികുതി ഭീകരതയാണെന്ന് അരുൺ ജെയ്റ്റ്ലി പറഞ്ഞതിന്റെ കോണ്ടെക്സ്റ്റ് വേറെയാണെങ്കിലും ആ പദാവലി ബി.ജെ.പിക്കെതിരെ പ്രതിപക്ഷം തൊടുക്കുന്ന ഒരു രാഷ്ട്രീയ കാലാവസ്ഥയാണ്. വല്ലാത്തൊരു ശുഷ്കാന്തിയിൽ പ്രതിപക്ഷ പാർട്ടികളുടെ മാത്രം നികുതി പിരിവ് മഹായജ്ഞകാലമാണ്. ആമത്തായിട്ട് പൂട്ടിയ ഇലക്ഷൻ സ്പെഷ്യൽ ഡ്രൈവിന് കേരളത്തിൽ തുടക്കം. CPM-ന്റെ നെഞ്ചത്ത് BJP അക്കൗണ്ട് തുറക്കുമെന്ന് മധുരമനോഹര കിനാവുകാണ്. തൃശ്ശൂരിലാണ് തുടക്കം. അത് പ്രചാരണത്തിന് കാശില്ലാതെയാക്കി പ്രതിപക്ഷ പാർട്ടികളെ 10 പൈസയ്ക്ക് പാങ്ങില്ലാത്തവണ്ണം പിച്ചപ്പാത്രം അടുപ്പിച്ച് തെണ്ടിക്കുന്ന ആദായ രാഷ്ട്രീയ വിളവെടുപ്പ് കേരളത്തിൽ തുടക്കമെങ്കിലും ദേശീയ രാഷ്ട്രീയത്തിലെ ഹാലിളക്കം പൊടുന്നിനെ തുടങ്ങിയത് ഇലക്ട്രൽ ബോണ്ടിൽ BJP-യുടെ മുഖത്തേറ്റ അടിക്ക് തുടർച്ചയിലാണെന്ന് പറയുന്നുണ്ട് പ്രതിപക്ഷം. പണ്ടങ്ങോ സീതാറാം കേസരി ഖജാന സൂക്ഷിപ്പുകാരനായിരുന്ന കാലത്തെ അടക്കം അന്നൊന്നും കാണാതിരുന്ന ക്രമക്കേടിൽ ഈ തെരഞ്ഞെടുപ്പിന്റെ 11-ാം മണിക്കൂറിൽ കോൺഗ്രസ് അടിച്ചുകൊടുത്ത ഇൻഡാസിന്റെ കണക്ക് ചില്ലറയല്ലത് കോടികൾ ആയിരക്കണക്കിനാണ്. ആ മൈക്രോസ്കോപ്പിൽ കൂടി ഓവർ ടൈം പണിയെടുത്ത് ചില്ലറക്കണക്കിൽ ഗവേഷണം നടത്തി TMC-ക്ക്, CPM-ന്, CPI-ക്ക് എന്ന് വേണ്ട മോദി വിരുദ്ധ പക്ഷത്ത് നിൽക്കുന്ന പാർട്ടികൾക്ക് വാലവാലയാണ് വിരട്ടിന്റെ വാറോല. അതേ യുക്തിയിൽ അതേ കാലയളവിൽ BJP-യുടെ കണക്കിലെ പ്രശ്നങ്ങൾക്ക് പിഴയടക്കേണ്ട 4000 കോടി പിടിച്ചെടുക്കുന്നത് പോട്ടെ, ഒരു നോട്ടീസെങ്കിലും നൽകുമോ ആദായ നികുതിക്കാര എന്ന ചോദ്യത്തിന് കമാന്നൊരക്ഷരം മിണ്ടാട്ടമുട്ടലാണ്. ആ വായില്ലാ കുന്നിലപ്പൻ വിധി നികുതിക്കാർക്ക് മാത്രമാണോ? ED കേസിൽ മാസങ്ങളായി പിടിച്ചകത്തിട്ട് സഞ്ജയ് സിംഗിന് ജാമ്യം നൽകി സാക്ഷാൽ സുപ്രീം കോടതിയാണ്. കോടികളുടെ കോഴ എന്നൊക്കെ അങ്ങ് തള്ളുന്നതല്ലാതെ പിടിച്ചെടുത്ത അഴിമതിപ്പണം കാൽക്കാശ് കാണിക്കാനുണ്ടോ എന്ന ചോദ്യത്തിന് നാക്കിറങ്ങി നാണം കിട്ടു നിൽക്കലാണ് രാജ്യത്തെ ഒരു പ്രീമിയർ അന്വേഷണ ഏജൻസി. അന്ന് മൻമോഹൻ സിംഗ് പറഞ്ഞ ലീഗലൈസ്ഡ് പ്ലണ്ടർ, രാജ്യം കണ്ട അങ്ങേയറ്റത്തെ വ്യവസ്ഥാപിത കുംഭകോണത്തിൽ ED റെയ്ഡുകൾക്ക് പിന്നാലെ കാവി പാർട്ടിക്ക് ബോണ്ട് രൂപത്തിൽ കോടികളാണ്, സഹസ്ര കോടികൾ. അത് സാന്റിയാഗോ മാർട്ടിനും വേദാന്തയും ബിർളയും ഫാർമ കമ്പനികളും റെയ്ഡിന് പിന്നാലെ ശതകോടികൾ ഭരണപ്പാർട്ടിക്ക് ഒഴുക്കിയെങ്കിൽ അതിനെ വിളിക്കേണ്ടത് ഗുണ്ടാപ്പിരിവെന്ന് മാത്രമല്ല, അക്ഷരം തെറ്റാതെ വിളിക്കണം. അവിശുദ്ധ വഴിയിൽ വഞ്ചന നാറുന്ന അഴിമതിയാണ് പിടിച്ചുപറി. എന്തിന് ഗോസംരക്ഷണം പറഞ്ഞിട്ട് ഇറച്ചിവെട്ടുകാരിൽ നിന്ന് കൈനീട്ടി കാശ് വാങ്ങിയവർ അഴിമതി വിരുദ്ധ ഗീർവാണം പറയുന്ന തൊലിക്കട്ടി കണ്ട് കാണ്ടാമൃഗങ്ങളൊക്കെയും കാല് പറിച്ചങ്ങ് കണ്ടം വഴിയോടലാണ്. കേരളത്തെ ഒരു ഭീകര സംസ്ഥാനമായി ചാപ്പകുത്തിയും വിദ്വേഷം പറഞ്ഞും പേടിപ്പിച്ചും ഒരു 4-ാം കിടപ്പടം രാജ്യം മൊത്തം കാണിച്ചും പച്ച പിടിച്ചില്ലെങ്കിൽ ഒരു അക്കൗണ്ട് തുറക്കാൻ ഏത് വഴി നോക്കി ആദായ നികുതിയല്ല ED അടക്കം ഷായുടെ സകല ഏജൻസികളും തേക്കിൻകാട് മൈതാനിയിൽ സംസ്ഥാന സമ്മേളനം കൂടി കൂട്ടമായി ഇറങ്ങിയാലും നേരും നെറിവും കിട്ട വഴിയാണെങ്കിൽ ഇത്തവണയും ആ പരിപ്പ് വേവില്ലത് കരിഞ്ഞു കട്ടമണ്ണ്. ഓർത്തോ മിത്രങ്ങളെ, ഇത് നോർത്തല്ല കേരളമാണ്. പ്രിയ പ്രേക്ഷകർക്ക് എൻകൗണ്ടറിലേക്ക് സ്വാഗതം.